ഇടുക്കി തൊടുപുഴ അൽ അസർ ലോ കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. KSU പ്രവർത്തകരെ കോളേജിനുള്ളിൽ SFI പ്രവർത്തകർ തടഞ്ഞുവെച്ചു. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഈ സംഘർഷം ഇപ്പോഴും തുടരുകയാണോ ആഷിഖ്? ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉച്ചയോടുകൂടിയാണ് സംഘർഷം ഉണ്ടാകുന്നത്. KSU ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടപടികൾ ക്ലാസ് റെപ്പുമാരെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷം രണ്ടാം ഘട്ട പാർലമെന്ററി തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ക്രമവിരുദ്ധമായാണ് എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു SFI വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. 2 മണി വരെയാണ് ഈ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അതിനുശേഷമാണ് KSU പ്രവർത്തകർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എന്നാണ് SFI ആരോപിക്കുന്നത്. ഇതിന് ഒത്താശ നൽകുന്ന തരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമാണ് ഈ SFI ഉന്നയിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടുമായി KSUവിന്റെ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും അടക്കം കോളേജിനുള്ളിൽ തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധം SFI ഇപ്പോൾ ആ പ്രദേശത്ത് ഉയർത്തുന്നത്. KSUവിന്റെ പാർലമെന്ററി ചുമതലകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അടക്കം കോളേജിനുള്ളിലെ ഗ്രില്ലിനുള്ളിൽ പൂട്ടിയിട്ടുകൊണ്ടാണ് പ്രതിഷേധം ഉയർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം എന്നാണ് SFI ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ മുൻകാലങ്ങളിൽ വലിയ അപ്രമാദിത്യം ഈ കോളേജിൽ SFIക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 27 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ അതെല്ലാ സീറ്റുകളും വിജയിച്ചിരുന്ന ചരിത്രമുണ്ടെന്നാൽ ഇത്തവണ 24ഓളം ക്ലാസ് റെപ്രസെന്റേറ്റീവുമാർ KSU വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായതിൽ ഈ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് SFI ഈ നിലയിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് എന്ന ആരോപണമാണ് KSU ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. ഏതായാലും ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. KSUവിന്റെ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും അടക്കം SFI പ്രവർത്തകർ കോളേജിനുള്ളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം ക്രമവിരുദ്ധമായാണ് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത.